ഇവാനിയസിൽ തന്നെ പഠിക്കണം എന്നുള്ളൊരു ഇതിലായിരുന്നു. ഞങ്ങൾ 3 വർഷവും ഒരേ ക്ലാസ്സിൽ കണ്ട ഒരേ മുഖങ്ങളുടെ കൂടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ മാർ ഇവാനിയസ് എന്ന് പറയുന്നൊരു ഓട്ടോണമസ് കോളേജാണ്. 2 തരത്തിലാണ്, ഒന്ന് എയ്ഡഡും ഉണ്ട്, ഒന്ന് SF ഉണ്ട്. നമുക്ക് 3 കോഴ്സസ് എന്താണ് ഓപ്ഷൻ പ്രയോറിറ്റി വൈസ് ചെയ്യാൻ പറ്റും. അപ്പം സ്കോർ വേണം മെറിറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യത്തിന് സ്ട്രിക്റ്റ് ആണ്, എന്നാൽ എന്തുവാ അതിനനുസരിച്ചുള്ള ഫ്രീഡവും ഉണ്ട്. അപ്പം മാർ ഇവാനിയസിൻ്റെ സൈറ്റിൽ തന്നെ കയറി നിങ്ങൾ അഡ്മിഷൻ അപ്ലൈ ചെയ്യേണ്ടതാണ്. അതാണ് CA കൂടെ ഇതിൻ്റെ കൂടെ ട്രെയിനിങ് ആണ്. അതായത് ഇവാനോ ഫെസ്റ്റ്, മെയിൻ ആയിട്ടുള്ളത് ഇവാനോ ഫെസ്റ്റ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അമൂസ് സ്റ്റീൽസ്. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ട പോലെ മാർ ഇവാനിയസ് കോളേജിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് നേരത്തെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി മാർ ഇവാനിയസ് കോളേജിനെ കുറിച്ച് എങ്ങനെയാണ് കോളേജെന്നും അഡ്മിഷൻ പ്രോസസ്സൊക്കെ എങ്ങനെയാണെന്ന് കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെക്കുറിച്ച് പറയാം. എൻ്റെ പേര് സ്വാതി. ഞാനിവിടെ മാർ ഇവാനിയസ് കോളേജിൽ ഫൈനൽ ഇയർ BSc കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഫൈനൽ ഇയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ April 20th എൻ്റെ ഫൈനൽ സെം S6 എക്സാം തീർന്നു. ഇനി ഈ മാസം ലാസ്റ്റ് ഒരു പ്രോജക്റ്റും കൂടെ കഴിയുമ്പോൾ ഞാൻ പാസ് ഔട്ട് ആവുകയാണ് മാർ ഇവാനിയസിൽ നിന്ന്. കമ്പ്യൂട്ടർ സയൻസ് ആണ് എൻ്റെ വിഷയം. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഹൗസ് മാർ ഇവാനിയസ്, പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് അബൌട്ട് മാർ ഇവാനിയസ്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ മാർ ഇവാനിയസ് എന്ന് പറയുമ്പം ഞാൻ +2 എനിക്ക് ആക്ച്വലി നല്ല മാർക്ക് ഉണ്ടായിരുന്നു. 1296 മാർക്ക് ഉണ്ടായിരുന്നു 1200. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ എൻട്രൻസ് സംഭവങ്ങളൊക്കെ പ്രഷറൈസിങ് ഒക്കെ പല സ്ഥലത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം, BSc കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മറ്റേ ജയ സിനിമയിലില്ലേ, അതിനകത്ത് ദർശന പറയുന്ന പോലെ എനിക്ക് മാർ ഇവാനിയസ് തന്നെ പഠിച്ചേ പറ്റും. അപ്പോൾ ആ ഒരു വാശിയിലായിരുന്നു എനിക്ക് മാർ ഇവാനിയസ് തന്നെ പഠിക്കണം. കാരണം എനിക്ക് പഠിക്കണം, അതിനോടൊപ്പം തന്നെ ബാക്കി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, കൾച്ചറൽ സൈഡ്, ലൈക്ക് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. ആ ഒരു ഇതിലായിരുന്നു, ഇവാനിയസിൽ തന്നെ പഠിക്കണം എന്നുള്ളൊരു ഇതിലായിരുന്നു. അങ്ങനെയാണ് ഞാൻ മാർ ഇവാനിയസിൽ വന്നത്. അപ്പം മാർ ഇവാനിയസിൽ വന്നതിന് ശേഷമാണ് ഈ കോളേജ്, ലൈക്ക് അതിന് മുന്നേ നമ്മൾ കോളേജിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോഴാണ് ഈ ഓട്ടോണമസും പലർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്, ഈ ഓട്ടോണമസ് എന്താണ്, ഡീംഡ് യൂണിവേഴ്സിറ്റി അങ്ങനെയെക്കുറിച്ച്. അപ്പോൾ മാർ ഇവാനിയസ് എന്ന് പറയുന്നൊരു ഓട്ടോണമസ് കോളേജാണ്. ഓട്ടോണമസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി കേരള യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലാണ്, അഫിലിയേഷൻ കേരള യൂണിവേഴ്സിറ്റിൻ്റെ ആണ്. അതായത് നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റിൻ്റെ ആണ്. പക്ഷേ കോളേജിലെ എക്സാം കാര്യങ്ങളും അതുപോലെ സിലബസും ബാക്കി അഡ്മിഷൻ പ്രോസസ്സും എല്ലാം കോളേജാണ് നോക്കുന്നത്. അതായത് നമുക്ക് കേരള യൂണിവേഴ്സിറ്റീൻ്റെ എക്സാം ടൈമിലല്ല ഞങ്ങളുടെ എക്സാം നടന്നത്. ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആണ് ടൈം, ആ സമയത്താണ് എക്സാം നടക്കുന്നത്. ഞങ്ങളുടെ എക്സാം ഷെഡ്യൂളും മാത്രമല്ല ഞങ്ങളുടെ സിലബസും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഫറൻ്റ് ആണ്, കോളേജിൽ നിന്നുള്ള സിലബസാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ എന്ന് പറയുമ്പം നമുക്ക് സാധാരണ കേരള യൂണിവേഴ്സിറ്റി അണ്ടറിലെ കോളേജസിൽ നമ്മൾ അഡ്മിഷൻ അപ്ലൈ ചെയ്യുന്ന പറയുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലാണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ മാർ ഇവാനിയസ് എന്ന് പറയുമ്പോൾ മാർ ഇവാനിയസിൻ്റെ സൈറ്റിൽ തന്നെ കയറി നിങ്ങൾ അഡ്മിഷൻ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ ഓട്ടോണമസ്. ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ വേറൊരു ടൈപ്പ് ഓഫ് കോളേജാണ്. എന്ന് പറയുമ്പോൾ ആ ഒരു കോളേജ് തന്നെയാണ് യൂണിവേഴ്സിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ മാർ ഇവാനിയസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് കോളേജാണ്, കേരള യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. പിന്നെ അക്രഡിഷൻസ് പറയുകയാണെങ്കിൽ NAAC A++ അക്രഡിഷൻ ഉണ്ട്. അതായത് ഞാൻ ഫസ്റ്റ് ഇയർ തീർന്നു, സെക്കൻഡ് ഇയർ കയറുന്ന സമയത്തായിരുന്നു NAACൻ്റെ അടുത്ത റൗണ്ട് ഇൻസ്പെക്ഷനൊക്കെ വന്നു. അങ്ങനെ കോളേജിന് A++ അക്രഡിഷൻ കിട്ടിയത്. ഓക്കെ, SF എയ്ഡഡ്, അതിനെക്കുറിച്ചിട്ടും കൂടെ പറയാം. ആക്ച്വലി SF എയ്ഡഡ് എന്ന് പറയുമ്പം ഇവാനിയസിൽ 2 തരത്തിലാണ്, ഒന്ന് എയ്ഡഡും ഉണ്ട്, ഒന്ന് SF ഉണ്ട്. അപ്പം എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷനാണ്, എയ്ഡഡ് എന്താണ്, SF എന്താണ്, ഇതും ഓട്ടോണമസ് കേട്ട് കൺഫ്യൂസ്ഡ് ആവും. അങ്ങനെയല്ല, ഓട്ടോണമസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് കേരള യൂണിവേഴ്സിറ്റി അണ്ടറിലാണ്. പക്ഷേ എക്സാം, അഡ്മിഷൻ, ബാക്കി സിലബസ് എല്ലാം നമ്മുടെ കോളേജാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ SF എയ്ഡഡ് എന്ന് പറയുമ്പം, എയ്ഡഡിലെന്ന് പറയുമ്പം ഗവൺമെൻറ് ഫണ്ടിങ് ആണ് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും മാനേജ്മെൻറ്റും ബാക്കി കാര്യങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ ബാക്കിയുള്ള കോളേജസിനെ പോലെ തന്നെയായിരിക്കും എയ്ഡഡിനകത്തുള്ള കോഴ്സസിൻ്റെ ഫീസ്, ലൈക്ക് മാത്സ്, ഇംഗ്ലീഷ്, ഫിസിക്സ് എല്ലാത്തിൻ്റെ ഫീസ് അങ്ങനെയായിരിക്കും. പക്ഷേ SF എന്ന് പറയുമ്പം സെൽഫ് ഫിനാൻസിങ് ആണ്. അതായത് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റും എല്ലാം ഞങ്ങൾ സ്റ്റുഡൻസിൻ്റെ ഫീസ് എന്നാണ്, ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നില്ല. ഗവൺമെൻറ് സപ്പോർട്ട് ഫണ്ട് അങ്ങനെ ഇല്ല. അതുകൊണ്ട് തന്നെ അതിന് കമ്പാരിറ്റീവ്ലി ഫീസ് കൂടുതലാണ്. അപ്പം നിങ്ങൾ ഇവാനിയസിൻ്റെ സൈറ്റ് www.mic.ac.in പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സസ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് SF ഉള്ളത്, കോഴ്സസും ഏതാണ് എയ്ഡഡ് എന്നുള്ള കോഴ്സസ് എന്ന് ആദ്യം നോക്കി വെരിഫൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു, അത് SF-ലാണ്. SF-ൽ വരുന്ന കോഴ്സ് എന്ന് പറയുമ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, BSc സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉണ്ട്, ഫിസിക്സ് വിത്ത് മെഷീൻ ലേണിംഗ് ഉണ്ട്. അങ്ങനെ കുറച്ച് കോഴ്സസ് ഉണ്ട്. അതെല്ലാം അനലിറ്റിക്കൽ എക്കണോമിക്സ് ഒക്കെ SF-ലാണ് വരുന്നത്. ബാക്കി എയ്ഡഡിലുള്ള ബാക്കി കോഴ്സസ് ഉണ്ട്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെയൊക്കെ. അപ്പോൾ പറഞ്ഞ പോലെ UG ഉണ്ട്, PG ഉണ്ട്. UG ഇപ്പോൾ ഞാൻ UG 3 ഇയർ, അത് കഴിഞ്ഞ് PG, എല്ലാ PG ഒന്നുമില്ല, കൊമേഴ്സും ഉണ്ട്, പിന്നെ അതുപോലെ
കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്. അപ്പം നിങ്ങളത് നമ്മുടെ സൈറ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ കോഴ്സാണെന്നുള്ളതൊക്കെ. ഓക്കെ, ഞങ്ങൾക്കൊക്കെ നോർമലി ക്ലാസ് ടൈമിംഗ് എന്ന് പറയുന്നത് 9 to 4 ആണ്. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത സമയത്തെന്ന് പറയുമ്പം ക്ലാസ് ടൈമിംഗ് എന്ന് പറയുമ്പം 9:30 to 3:30 ആയിരുന്നു. ഓക്കെ, പക്ഷേ ഇപ്പം അതിനുശേഷം ഞാനൊരു ഫൈനൽ ഇയറൊക്കെ ആയപ്പോൾ സെക്കൻഡ് ഇയർ പകുതിയൊക്കെ ആയപ്പോൾ നമ്മുടെ ക്ലാസ് ടൈമിംഗ് മാറി, പകരം 9 to 4 ആക്കി. അപ്പോൾ 4 വരാൻ കാരണം എന്ന് പറയുമ്പോൾ ലാസ്റ്റത്തെ 3 to 4 അത് ഞങ്ങൾക്ക് ആക്ച്വലി ഫ്രീ ആണ്, ഒന്നും പഠിപ്പിക്കുന്നൊന്നുമില്ല. പക്ഷേ ഈ FIUGPക്ക് ചില സബ്ജക്റ്റിന് എന്തോ എക്സ്ട്രാ എന്തോ അവർ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവറാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഞങ്ങൾ വെറുതെ ഇരിക്കുമായിരുന്നു 3 to 4. ലൈക്ക് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവർക്കും ഇംപ്ലിമെൻ്റ് ആവുന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ 3 to 4. അപ്പോൾ 9 to 4 ആയിരുന്നു ക്ലാസ്സസ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് 9 to 4 ആണെങ്കിൽ ഈ BCom അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്സ് പിള്ളേർക്ക് അവർക്ക് നേരത്തെ, ഞാനൊക്കെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് അവർക്ക് ഓൾറെഡി ഇവിടെ പഠിപ്പിക്കുമായിരിക്കും. അവർക്ക് രാവിലെ നേരത്തെ CA ക്ലാസ്സസ് ഇതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പഠിക്കണമെങ്കിൽ സെപ്പറേറ്റ് CA BCom പഠിക്കുന്നതിന് വരുമ്പോൾ ഒന്നിച്ച് പഠിക്കാനും ഞങ്ങളുടെ കോളേജിൽ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്സ് എടുത്താൽ മതി. ഓക്കെ, ലൈക്ക് BComൽ തന്നെ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്സ്, അങ്ങനെ ഫിനാൻസ്, അങ്ങനെ കുറച്ച് സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്സ് എന്ന് പറയുമ്പോൾ CAൻ്റെ കൂടെ ഉള്ള CAയും കൂടെ ഇതിൻ്റെ കൂടെ ട്രെയിനിങ് ആണ്. അതായത് അപ്പോൾ ഞാൻ ക്ലാസ് ടൈമിങ്സിനെ കുറിച്ച് പറഞ്ഞു. ക്ലാസ് 9 to 4 ആണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു 1 hour ഇടയ്ക്ക് 5 minutes ബ്രേക്ക് ഉണ്ട്. പിന്നെ 12 to 1 ആണ് ഞങ്ങളുടെ ലഞ്ച് ബ്രേക്ക് ടൈം. പിന്നെ എൻ്റെ വ്ളോഗ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആക്ച്വലി കാണാൻ പറ്റിയ കാര്യങ്ങളൊക്കെ. പിന്നെ ക്യാൻറ്റീൻ ഉണ്ട്. ആക്ച്വലി ഒരു ക്യാൻറ്റീനും ഫ്രണ്ടിലൊരു കഫറ്റേരിയ ഉണ്ട്. അപ്പം ആക്ച്വലി ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് 2 കഫറ്റേരിയ ഉണ്ടായിരുന്നു. ഞങ്ങൾ SFൻ്റെ അവിടെ ഒരു കഫറ്റേരിയ ഉണ്ടായിരുന്നു, പിന്നെ ഫ്രണ്ടിൽ കഫറ്റേരിയ, പിന്നെ അടുത്ത ക്യാൻറ്റീനും. പക്ഷേ അതിനുശേഷം ആ കഫറ്റേരിയ മാറ്റി. സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ തേർഡ് ഇയർ ഒക്കെ ആയപ്പം ആ കഫറ്റേരിയ മാറ്റി. അവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ന്യൂ ബിൽഡിംഗ് വന്നു. നേരത്തെ ഓൾഡ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഉണ്ട്, ന്യൂ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നു. അങ്ങനെയൊക്കെ. അപ്പം കോളേജ്, ഞാൻ ആക്ച്വലി സ്കൂൾ ടൈമിൽ ഭയങ്കര കുറച്ച് ഇൻട്രോവേർട്ട് ഷൈ ടൈപ്പൊക്കെ ആയിരുന്നു. അപ്പം ഇവാനിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫോർ മീ. ഈ ഒരു ട്രാൻസിഷൻ പീരീഡൊക്കെ പോലെയായിരുന്നു എനിക്ക് ഇവാനിസ്. സോ അക്കാഡമിക്സിനെ കുറിച്ച് പറഞ്ഞാൽ അക്കാഡമിക്സ് ആയാലും കരിക്കുലസ് ആയാലും എല്ലാം എനിക്ക് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അക്കാഡമിക്സ് ഒക്കെ എല്ലാം ടീച്ചേഴ്സ് നന്നായിട്ട് പഠിപ്പിക്കും. കറക്റ്റ് സമയം നമുക്ക് നോട്ട്സ് കിട്ടും. എല്ലാ കാര്യങ്ങളും എക്സാം ഒക്കെ കൃത്യസമയത്ത് തന്നെ നടത്തും. ഇപ്പോൾ ഒരു ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിൽ തന്നെ നടത്തും. നിങ്ങൾക്ക് ഇൻറ്റേർണൽസ് കാണും, പിന്നെ എക്സ്റ്റേണൽസ് കാണും. ഇപ്പം പ്രാക്ടിക്കൽസ് ഉണ്ടെങ്കിൽ പ്രാക്ടിക്കൽസും, അതുപോലെ ഇൻറ്റേർണൽസും എക്സ്റ്റേണൽസും ഒക്കെ കാണും. അപ്പോൾ എക്സാമൊക്കെ കൃത്യമായിട്ട് നടത്തും. അക്കാഡമിക്സ് ഒക്കെ നല്ല പക്കയായിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ പഠിത്തം നന്നായിട്ട് പോകും. അതുപോലെ തന്നെ കരിക്കുലസിനെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ കാണും. ഇപ്പോൾ എൻ്റെ ചാനൽ തന്നെ നോക്കി തന്നെ കുറേ വീഡിയോസ് ഉണ്ട് കോളേജിലെ സെലിബ്രേഷൻസും, പിന്നെ ഇവാനോ ഫെസ്റ്റിൻ്റെയൊക്കെ കാര്യങ്ങളെക്കുറിച്ചും പല പല ടൈപ്പ് ഓഫ് ആഘോഷങ്ങൾ നടക്കുന്നതാണ്. ഇപ്പോൾ മെയിനായിട്ട് നമ്മുടെ സംഭവം നടക്കുന്ന പരിപാടി, ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഇയർ കയറിയ സമയത്ത് അന്ന് ഡെയിലി പരിപാടി ഉണ്ടായിരുന്നു. ഡെയിലി പരിപാടി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാസ്കറ്റ്ബോൾ കോർട്ടാണ് മെയിൻ പ്ലേസ്. ബാസ്കറ്റ്ബോൾ കോർട്ടിൽ എന്തെങ്കിലും ഒരു ഡാൻസോ പാട്ടോ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണുമായിരുന്നു ഫസ്റ്റ് ഇയർ ഞാൻ കയറിയ സമയത്ത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് പരിപാടികളുണ്ട് ബാസ്കറ്റ്ബോൾ കോർട്ടിൽ വെച്ചിട്ടുള്ളത്. പിന്നെ അല്ലാണ്ട് യൂണിയൻ ഡേ, അതുപോലെ ഇവാനോ ഫെസ്റ്റ്, മെയിനായിട്ടുള്ളത് ഇവാനോ ഫെസ്റ്റ്. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഇയർ കയറിയപ്പോഴാണ് കുറേ വർഷത്തിന് ശേഷം ഇവാനോ ഫെസ്റ്റ് തിരിച്ച് വന്നത്. അപ്പോൾ 3 വർഷം ഇവാനോ ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ പല അടിപൊളി പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ വൈബാണ്, പക്ഷെ വൈബുമാണ്. ബാക്കി കാര്യങ്ങളും എല്ലാം സെറ്റാണ് എനിക്കങ്ങനെയാണ് തോന്നിയത്. പിന്നെ കരിക്കുലംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്കി ആക്ടിവിറ്റീസൊക്കെ ആണെങ്കിലും ഒരുപാട് ക്ലബ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം മെയിനായിട്ട് ഫാഷൻ ക്ലബ്ബ്, അതാണ് എനിക്കറിയുന്നത്. കാരണം ഞാൻ ഫാഷൻ ടീം മെമ്പറാണ്. ഓക്കെ, പാസ്വേഡ് ആയില്ലല്ലോ. ഓക്കെ, ഫാഷൻ ക്ലബ് മെമ്പറാണ്. ഇപ്പോൾ ഇവാനോ ഫാഷൻ ടീം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ചാനൽ തന്നെ നോക്കി നിങ്ങൾക്ക് കുറേ വീഡിയോസ് കാണും. നമ്മൾ ഫാഷൻ ഷോയ്ക്ക് പോകുന്നതിൻ്റെ വ്ളോഗും അവിടെ നിന്ന് ജയിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ കുറിച്ചുള്ള. അപ്പം ഞാൻ ഫസ്റ്റ് ഇയർ കയറിയപ്പോൾ തന്നെ ഞാൻ ഫാഷൻ ക്ലബ്ബിലെ മെമ്പറായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ ടീം ഒഫീഷ്യൽ അല്ലായിരുന്നു. ഞങ്ങൾ കയറി ഓരോ കോളേജസിൽ പോയിട്ട് പ്രൈസ് അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവാനോ ഫാഷൻ ടീം നല്ലൊരു പേരെടുത്ത് വന്നു. ഫസ്റ്റൊക്കെ അടിച്ചു തുടങ്ങി. അങ്ങനെ ഞങ്ങളിപ്പോൾ അത് ഒഫീഷ്യൽ ക്ലബ്ബായി. ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിൽ ഒരു ഒഫീഷ്യൽ ക്ലബ്ബാണ് ഇപ്പം ഇവാനോ ഫാഷൻ ടീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ക്ലബ്ബ് ആക്ടിവിറ്റീസിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ എന്ന് പറയുമ്പോൾ 3 year UG ബാച്ചിൻ്റെ ലാസ്റ്റ് ബാച്ചാണ്. അതായത് ഇപ്പം എന്ന് പറയുമ്പോൾ FIUGP 4 year കോഴ്സസിൻ്റെ ഇതാണ്. അപ്പം ഞങ്ങൾക്ക് വന്നിട്ട് സെക്കൻഡ് ഇയർ ആണ് ക്ലബ്ബ് ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളത്. ഡ്രാമ ക്ലബ്ബ്, തിയേറ്റർ ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വലിയ ആയിട്ടില്ലായിരുന്നു ക്ലബ്ബ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇപ്പോഴത്തെ
എങ്ങനെയൊന്നും കറക്റ്റ് അറിയത്തില്ല FIUGPയുടെ കാര്യം. പക്ഷെ ഞാൻ ഫാഷൻ ക്ലബ്ബിൽ ഉണ്ടായിരുന്നുകൊണ്ട് കറക്റ്റായിട്ട് എന്താ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഓരോ കോമ്പറ്റീഷൻസ് ഇറങ്ങിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് ഏഷ്യൻ സ്കൂൾ ഓഫ് ബിസിനസ്സിൽ പോയിട്ടും ഫസ്റ്റ് അടിച്ചിരിക്കുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ അതാണ് ക്ലബ് ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞാലും ബാക്കി എക്സ്ട്രാ കരിക്കുലംസ് എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞ പോലെ FIUGPക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് നമ്മളെക്കാളും നല്ല വ്യത്യാസമാണ്. അപ്പോൾ ഞങ്ങൾ 3 വർഷവും ഒരേ ക്ലാസ്സിൽ കണ്ട ഒരേ മുഖങ്ങളുടെ കൂടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ FIUGPക്കാർ അങ്ങനെയല്ല. അവർക്ക് ഓരോ പീരീഡ് കഴിയുമ്പോഴും അവർ ബെല്ലടിക്കുമ്പം പല പല ക്ലാസ്സസിൽ പല പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള കുട്ടികളുമായിട്ടാണ് അവർ പഠിക്കുന്നത്. അവർക്ക് മേജർ സബ്ജക്റ്റ് എന്തോ മൈനർ അങ്ങനെ കുറച്ച് സബ്ജക്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അങ്ങനെയല്ല. അവർക്കെന്ന് പറയുമ്പോൾ ഓരോ ഇൻ്റർവെല്ലിന് 5 മിനിറ്റ് കിട്ടണമെങ്കിൽ ഓരോ ക്ലാസ് മാറി മാറി അതിനെ ആ സമയം തികയത്തുള്ളൂ. ഞങ്ങൾക്ക് ഒരേ ക്ലാസ്സിൽ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് അവിടെ 5th സെമ്മിൽ മാത്രം വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എക്സ്ട്രാ കോഴ്സ് എടുക്കുമായിരുന്നു. അപ്പം ഇതൊക്കെയാണ് കോളേജിൻ്റെ ബേസിക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എങ്ങനെയുണ്ട് അക്കാഡമിക്സും പിന്നെ ഈ ആക്ടിവിറ്റീസ് എല്ലാം നല്ല വൈബാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല വൈബായിരുന്നു. എൻ്റെ അക്കാഡമിക്സ് ആയാലും നമ്മുടെ കൾച്ചറൽസ് ആയാലും ബാക്കി കാര്യങ്ങളായാലും. ഇപ്പം കോളേജിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയത് തന്നെ. കാരണം എനിക്ക് കോളേജ് ലൈഫ് ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തുടങ്ങിയതാണ്. പിന്നെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രാൻസിഷൻ പീരീഡ് തന്നെയായിരുന്നു. കാരണം കുറേ പിള്ളേരുമായിട്ടും സംസാരിക്കാനും ഇണങ്ങാനൊക്കെ ഉള്ളൊരു ടൈപ്പ് ഓഫ് ആ ഒരു ഇതായിരുന്നു. ഇപ്പോൾ സ്ട്രിക്ട്നെസ്സിനെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിലും അത്യാവശ്യം സ്ട്രിക്റ്റ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് മാർവാനിസ് അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ഒന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അത്യാവശ്യത്തിന് സ്ട്രിക്റ്റ് ആണ് എന്നാൽ അതിനനുസരിച്ചുള്ള ഫ്രീഡവും ഉണ്ട്. അപ്പം കമ്പാരിറ്റീവ്ലി എയ്ഡഡ് SF കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ട് തോന്നിയിരിക്കും. പക്ഷേ അങ്ങനെ വലിയ ഇതൊന്നുമില്ല. അത്യാവശ്യം സ്ട്രിക്റ്റും അതുപോലെ ഫ്രീഡവും ഉണ്ട് ആണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കോഴ്സസ് നിങ്ങൾക്ക് എസ്പെഷ്യലി ഞാൻ പറഞ്ഞ പോലെ സൈറ്റ് എടുത്ത് നോക്കുക, ഏതൊക്കെ കോഴ്സ് ഉണ്ടെന്ന് നോക്കുക. കോഴ്സസിനെ കുറിച്ച് നോക്കി. ഓക്കെ, പിന്നെ ഹോസ്റ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ഡേ സ്കോളറാണ്. എൻ്റെ വീട് കോളേജിനടുത്താണ്, വട്ടപ്പാറയാണ്. അപ്പോൾ ഞാൻ ഡെയിലി പോയി വരികയാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ക്ലാസ്സിൽ ഹോസ്റ്റലാണെങ്കിലും 2 പേരേ ഉള്ളൂ. അത് ഒരാൾ ഹോസ്റ്റലിലും ഒരാൾ PGയിലാണ്. അപ്പോൾ ഹോസ്റ്റൽ ഫെസിലിറ്റി ആണെങ്കിൽ ഞങ്ങളുടെ വിദ്യാനഗറിനകത്ത് തന്നെ അൽഫോൺസ ഹോസ്റ്റലുണ്ട്. പിന്നെ അതുപോലെ സ്റ്റെപ്പ് ഗേറ്റിൻ്റെ അവിടെയായിട്ട് MTTC ഹോസ്റ്റലുണ്ട്. പിന്നെ അല്ലാണ്ട് പേയിങ് ഗസ്റ്റ് ആയിട്ട് PG ഒക്കെ കുറേ കോളേജിൻ്റെ അടുത്ത് തന്നെ അവൈലബിൾ ആണ്. അതൊക്കെയാണ് ഹോസ്റ്റലിനെ കുറിച്ചും. അപ്പം ആക്ച്വലി ഹോസ്റ്റലിനെ കുറിച്ച് കൂടുതൽ എനിക്കറിയത്തില്ല. കാരണം പക്ഷേ എൻ്റെ ക്ലാസ്സിൽ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ അവരോട് ചോദിച്ചിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ദയവേത് കമൻറ്റ് ഇടുക. അതുപോലെ സ്പോർട്സിലുള്ളവർക്കാണെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടും. പിന്നെ അതുപോലെ ബാക്കി NSS NCC ഒക്കെ ഉണ്ട്. NCC ആണെങ്കിൽ 3 വിങ്സ് ഉണ്ട്, ആർമി, നേവി, എയർ എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ബാക്കി ബാസ്കറ്റ്ബോൾ ആയാലും ബാസ്കറ്റ്ബോൾ ടീമുണ്ട്. അപ്പം എല്ലാത്തിലും ആക്റ്റീവ് ആവുക എല്ലാവരും ചേർന്നിട്ട്. ഞാൻ ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളും എല്ലാം കോളേജിലുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് ഡേ ഉണ്ട്. അപ്പോൾ ഞാൻ കയറി 2nd ഇയർ ഉണ്ടായപ്പോഴാണ് സ്പോർട്സ് ഡേ ഉണ്ട് വന്നത്. സ്പോർട്സ് ഡേ ഉണ്ട്, അതുപോലെ ബാസ്കറ്റ്ബോളിൻ്റെ ഉണ്ട്, പിന്നെ ക്രിക്കറ്റിൻ്റെ ഉണ്ട്. അപ്പം എല്ലാ ടീംസൊക്കെ ഉണ്ട്. അപ്പം അതിലൊക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിലും എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇവിടുത്തെ അഡ്മിഷൻ കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ അഡ്മിഷൻ ആക്ച്വലി ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ സൈറ്റ് എടുത്ത് നോക്കുമ്പം അവിടെ ഒരു ബ്രോഷറിൽ കോൺടാക്റ്റ് നമ്പറും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ സംഭവങ്ങളൊക്കെ കാണും. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഇതുപോലെയായിരുന്നു. കുറേ വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ സൈറ്റിൽ പോവുക. അപ്പോൾ ഇപ്പം ആ ഒരു ബ്രോഷർ കാണും. അപ്പോൾ അതിനകത്ത് കോൺടാക്റ്റ് നമ്പർ ഉണ്ട്, വിളിച്ച് അന്വേഷിക്കുക. പിന്നെ കോളേജ് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആക്ച്വലി കോളേജിൽ പോയി വിസിറ്റ് ചെയ്യാനും ഒരു ടീച്ചേഴ്സിനെ പരിചയപ്പെടുത്താനും അങ്ങനത്തെയൊക്കെ സെഷൻസ് ഇപ്പോൾ ആക്ച്വലി ഉണ്ട്. അപ്പോൾ അതിൻ്റെ പോസ്റ്റർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്ററിലെ നമ്പർ നിങ്ങൾ വിളിച്ച് നോക്കുക. അപ്പോൾ അഡ്മിഷനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ പോവുക. സൈറ്റിൽ പോയിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ഓപ്ഷൻ വരും. ഇതിപ്പോൾ ഇതുവരെ വിസിബിൾ ആയിട്ടില്ല. അപ്പം വരുമ്പോൾ നിങ്ങൾ അതിൽ നോക്കിയിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം അതിനകത്ത് നിങ്ങളുടെ റിക്വയർഡ് ഡീറ്റെയിൽസ് ലൈക്ക് മാർക്ക് ഡീറ്റെയിൽസ് കാണും, അതുപോലെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് മെറിറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ ആപ്ലിക്കേഷൻ ഫോമാണ്, പക്ഷേ 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 കൂടെ കൊടുത്ത് കൊടുക്കുക. അതായിരിക്കും കുറച്ചും കൂടി സേഫ്. ഒരു ചെറിയ എമൗണ്ടിന് എന്തോ വ്യത്യാസം വരുമെന്ന് തോന്നുന്നു ആപ്ലിക്കേഷൻ ഫീസിൽ. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് റെഗുലറായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് വരും. നിങ്ങളെ പ്രൊവിഷണൽ ട്രയൽ ലിസ്റ്റ് വന്നതും ബാക്കി ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും അങ്ങനെ ലിസ്റ്റ് വരും റെഗുലറായിട്ട്. അപ്പോൾ നിങ്ങളുടെ സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും.
സൈറ്റ് റെഗുലറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ വാട്സപ്പ് ഗ്രൂപ്പ്സ് ആക്ച്വലി ഭയങ്കര ബെനിഫിഷ്യലാണ്. കാരണം നമ്മളെപ്പോഴും സൈറ്റ് നോക്കാണ്ടിരുന്നാൽ കൂടി വാട്സപ്പിൽ നമുക്ക് ഇന്ന വന്നിട്ടുണ്ട്, അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുള്ളൊരു നോട്ടിഫിക്കേഷൻസ് വരും. സോ എന്തായാലും അത് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുന്നുണ്ടോ നോക്കുക, അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും, തേർഡ് അലോട്ട്മെൻറ്റ് ഒക്കെ വരും. അപ്പോൾ ഇനി എത്ര പെർസെൻറ്റേജാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 95 ഒക്കെ പറയാം. ആക്ച്വലി നല്ല സ്കോർ വേണം മെറിറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം പറയുമ്പോൾ ഞാൻ കയറിയ സമയത്തായാലും ഞാൻ 2023 കയറി. അപ്പം കോമ്പറ്റീഷൻ എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ 95 ഒന്നും ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, എന്നാലും ഒരു ഏകദേശം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ 95 എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ സയൻസാണ് എടുത്തത്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ +2 ബയോമാക്സ് ആയിരുന്നു. പക്ഷേ എനിക്ക് മാത്സ് ഉള്ളതുകൊണ്ട് തന്നെ മാത്സിൻ്റെ മാർക്കും കൂടെ വെച്ചിട്ടാണ് കമ്പ്യൂട്ടർ സയൻസിൽ അഡ്മിഷൻ കിട്ടിയത്. അല്ലാതെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മാത്സ് ഏതെങ്കിലും സബ്ജക്റ്റ് മസ്റ്റായിട്ട് വേണം. അതുപോലെ തന്നെ ചില കോഴ്സസിന് എക്സാം ഉണ്ട്. JMC അതുപോലെ തന്നെ ഈ BComൻ്റെ കോഴ്സിന് നിങ്ങൾക്ക് എക്സാം ഉണ്ട്. അപ്പം എക്സാമിൻ്റെയും ഡേറ്റ് കറക്റ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് നോക്കിയിരിക്കുക, കറക്റ്റായിട്ട് പോയി എക്സാം പോവുക. അപ്പോൾ ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, എനിക്ക് എക്സാം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എക്സാം എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സൈറ്റിൽ പോയി നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പം എക്സാം അറ്റൻഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 കോഴ്സസ് എന്താണ് ഓപ്ഷൻ പ്രയോറിറ്റി വൈസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഫസ്റ്റ് കൊടുക്കുക, സെക്കൻഡ് കൊടുക്കുക, തേർഡ് കൊടുക്കുക, 3 കൊടുത്തിട്ടാ. ഓക്കെ, കാരണം ചില കുട്ടികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടും, ചിലർക്ക് കിട്ടണമെന്നില്ല. ചിലർക്ക് സെക്കൻഡ് കൊടുത്ത പ്രയോറിറ്റി ആയിരിക്കും കിട്ടുന്നത്, ചിലർക്ക് തേർഡ് കൊടുത്ത പ്രയോറിറ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ ഒരു കോളേജിൽ തന്നെ കൊടുത്തെന്നും പറഞ്ഞിരിക്കില്ല, ബാക്കിയുള്ള കോളേജസിലും കൂടെ അപ്ലൈ ചെയ്യുക, ബാക്കിയുള്ള കോഴ്സസിലും കൂടെ അപ്ലൈ ചെയ്തിടുക. കാരണം ഇപ്പം നിങ്ങൾക്ക് മെറിറ്റിൻ്റെ ബേസിൽ ഇതിൽ കിട്ടിയില്ലെന്ന് വെച്ചോ, പക്ഷെ ചില കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ചിലർ മാറിപ്പോകുന്നവരുണ്ട്, ചിലർ കോഴ്സ് മാറുന്നവരുണ്ട്, കോളേജ് മാറുന്നവരുണ്ട്. അപ്പോൾ ആ പോകുന്ന സീറ്റിലോട്ട് ആക്ച്വലി പിന്നെ താഴോട്ട് മാർക്ക് കിടക്കുന്നവർക്ക്, പെർസെൻറ്റേജ് കിടക്കുന്നവർക്ക് കിട്ടും. പക്ഷെ നമ്മൾ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കല്ലേ. കാരണം അത് ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ക്ലാസ്സസ് ഓൾറെഡി സ്റ്റാർട്ടാവും. അപ്പോൾ നിങ്ങൾ പലതിലും അപ്ലൈ ചെയ്തിടുക. അതുപോലെ തന്നെ കോഴ്സസും ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് പ്രയോറിറ്റി കിട്ടുമായിരിക്കും. അതിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് മാറാനുള്ള ഓപ്ഷൻ കാണും. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാറാനുള്ള ഒരു ഓപ്ഷൻ കാണും. അപ്പം അങ്ങനെ അതനുസരിച്ച് സീറ്റ് വരുന്നതനുസരിച്ച് മാറാനുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ നോക്കുക. അപ്പം ഇതൊക്കെയാണ് അഡ്മിഷൻ പ്രോസസ്സ്. ഞാൻ പറഞ്ഞ പോലെ സൈറ്റിൽ പോവുക, രജിസ്റ്റർ ചെയ്യുക, ഈ കോഴ്സസ് പ്രയോറിറ്റിയുടെ കാര്യങ്ങളൊക്കെ എസ്പെഷ്യലി ഒന്ന് ആലോചിക്കുക. പിന്നെ ഇതുപോലെ നോട്ടിഫിക്കേഷൻസ് വരും, സൈറ്റ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക, ഇതുപോലെ വാട്സപ്പ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യുക. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അഡ്മിഷൻ ആയതിനു ശേഷം സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഫീസ് പേയ്മെൻറ്റിൻ്റെ സംഭവം വരും. അഡ്മിഷൻ്റെ ഫീസും ഫസ്റ്റ് സെമ്മിൻ്റെ ഫീസും കൂടെ ചേർത്താണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കൺഫേം ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഉണ്ടായിരുന്ന ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇൻ്റർവ്യൂ ഒരു ഡേറ്റ് വന്നു. ഞങ്ങളുടെ റിക്വയർഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് +2 സർട്ടിഫിക്കറ്റും അങ്ങനത്തെ സംഭവങ്ങൾ, +2 മാർക്കും ആ സംഭവങ്ങളൊക്കെ കൂടി ഡീറ്റെയിൽസ് എല്ലാം കൂടി കൊണ്ടുപോയിട്ട് അവിടെ കോളേജിൽ പോവുക. അപ്പം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു സംഭവം. ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, ഫാക്കൽറ്റീസിനെയും HODനെയും അവരെയൊക്കെ കണ്ട് പരിചയപ്പെടാനും നമ്മൾ ആ ഒരു ഫോംസ് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഡേയും, പിന്നെ ബാക്കി ടീച്ചേഴ്സിനെയൊക്കെ പ്രിൻസിപ്പൽ, പിന്നെ ഞങ്ങളുടെ SF ഡയറക്ടർ ഉണ്ട്. അപ്പം പുള്ളിക്കാരനെയൊക്കെ കണ്ട് സംസാരിക്കുന്ന ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ പോലെയായിരുന്നു. ടീച്ചേഴ്സ് ആണെങ്കിൽ ഞങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഇതെടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇൻ്റർവ്യൂ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ടാവുന്ന ഡേറ്റ് പറയും, അതനുസരിച്ച് കോളേജിൽ പോകും. അപ്പം പുതിയതായിട്ട് പോകുമ്പം ആദ്യം ഒരു ഇതൊക്കെ കാണും, പക്ഷേ പിന്നെ ആകുമ്പോൾ നിങ്ങൾ നല്ല വൈബായിക്കോളും. അപ്പോൾ ഞാനും ആദ്യം കയറിയപ്പം പുതിയ ഫസ്റ്റ് ടൈം കോളേജ് എങ്ങനെയാണ്, സ്കൂളിൽ നിന്ന് കോളേജാണ് എങ്ങനെയാണ്, അപ്പോൾ കോളേജ് ലൈഫ് അങ്ങനെയൊക്കെയുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും വേറൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കയറി കഴിഞ്ഞു പിന്നെ നല്ല നമ്മൾ കംഫർട്ടബിൾ ആവും, നല്ല വൈബായിരുന്നു, നല്ല രസമായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മാറി വാനസ് എൻ്റെ ജീവിതത്തിലൊരു ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം എത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ ഡൗട്ടും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ.